ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. രക്തതാഴ്ചയും ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Praise the Lord. Praise to Jesus. Thank you, Lord. Thank you, Holy Spirit. Hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ചുവാനായി ദൈവമായ കർത്താവ് അടിയൊരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശബ്ദം ക്ലിയർ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്യണേ. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണേ. ക്ലിയറായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തതാഴ്ചയും ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യുക ആരെങ്കിലും ഒന്ന്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. സ്തോത്രം. യേശുവേ, രക്തതാഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും കേൾക്കാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ വലിയ ഉപകാരമാണ്. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ മഹത്വം. ഓക്കെ മനോജ് ബ്രദർ, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറോടും കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ ചിലടികൾ നമുക്കൊന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചും മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ സോദര മൃത്യു വരുന്ന തോൽക്കായിക്ക് എന്തു കഷ്ടമേ, എപ്പോഴെന്റെ സോദര മൃത്യു വരുന്ന തോൽക്കായിക്ക് എന്തു കഷ്ടമേ, എപ്പാരി നിഞ്ചനങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ലോകത്തെ ജീവിച്ചിട്ട് എപ്പോഴെന്റെ സോദര മൃത്യു വരുന്ന തോൽക്കായിക്ക് എന്തു കഷ്ടമേ,
ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായ വേരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായ വേരും, തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. എപ്പോഴെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ. എപ്പോഴെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ. കട്ടിയിൽ കിടക്കവെയോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിയിൽ കിടക്കവെയോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൽ മലകളിലോ റോഡിൽ തേരുകളിലോ, കാട്ടിൽ മലകളിലോ റോഡിൽ തേരുകളിലോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും, എപ്പോഴെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് എന്നോട് ചേർന്ന് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താമല്ലോ. അതിന്റെ കടശി ചരണം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ, കള്ള കേസിനോ പോയി കച്ചേരി തിണ്ണയിലോ, കള്ള കേസിനോ പോയി കച്ചേരി തിണ്ണയിലോ, എപ്പോഴെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ. എപ്പോഴെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന കിടത്ത ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പായി വൈകിയ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. കർത്താവ്, വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ സന്നിധാനത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ്, അവർ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ വേദനയോടുകൂടെ ആ വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ വചനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു സമാധാനവും ആശ്വാസവും വിടുതലുമായി മാറണം. കർത്താവെ, വരുവാനുള്ളവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുക. പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ. അതുപോലെ തന്നെ കർത്താവെ, ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും പൊതിഞ്ഞാക്കി പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക സത്യ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് മാനിച്ചാട്ട് കർത്താവ്
അവിടുത്തെ കൃപകളിൽ പൊതിഞ്ഞാട്ടെ സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ വേളയിൽ തിരുവചനമായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു ആഴ്ചകളെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ വളരെയധികം നമ്മൾ ഒരുപാട് മരണ വാർത്തകളൊക്കെ കേട്ടിരുന്ന ഒരു ആഴ്ചയാണെന്ന് പറഞ്ഞാൽ സംഭവ വികലമായ ഒരു ലോകത്തിൽ ആയിരുന്നു നിങ്ങളും ഞാനും ഒക്കെ. എൻ്റെ പ്രിയരെ, എത്രയോ പേർക്ക് അകാല മരണങ്ങൾ, അതുപോലെ പെട്ടെന്ന് കണ്ണുമൂടി തുറക്കുന്നതിന് മുന്നേ ആക്സിഡന്റുകൾ, ഇതുപോലൊക്കെയുള്ള അനേകമായിട്ടുള്ള മരണ വാർത്തകൾ നമ്മൾ കേട്ടിരുന്ന ഒരാഴ്ചയും കൂടെയാണ് ഈ കഴിഞ്ഞ ആഴ്ച. എന്നാൽ നമ്മായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവം നമ്മളെ കൺമണി പോലെ പാതുകാത്ത് വഴി നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലാകും. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരും പ്രിയപ്പെട്ടവരെ ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആണ്ടവരുടെ രക്ഷകരുമായി യേശു ക്രിസ്തുവിൻ ഇനിയറ്റ നാമത്തെ അൻപിൻ വാഴ്ത്തുതലെ നാം தெரிவித்துக் கொள்கிறேன். കർത്താക്കൾ പ്രിയമാണവരിലെ കടந்த ഗുഡ് ഫ്രൈഡേ ഒക്കെ നാം അനുസരിച്ച് വന്നുകൊണ്ടിരുന്നതാണ് ഒരു കടந்த വാരം. ஆனால் தேவனாகி கர்த்தர் தாமே இந்த நாளிலும் கூட ஜீவனோடு வைத்துக் கொண்டதற்காக தேவனுக்கு நன்றி செலுத்துங்கள். அவருக்கு ஹல்லேலூயா, அவர் நம்ம மத்தியே ஹல்லேலூயா வந்திருக்கிறார். பிரியமானவர்களே, நீங்க ஏதேனும் விஷயத்தில் வேதனையோடு கூட இருக்கிறீர்களா? கர்த்தர் என்னோடு கூட பேசுகிற தேவன் உங்களோடு கூட பேச வல்லவராக இருக்கிறார். ஹல்லேலூயா. 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். பிரியமானவர்களே, ஜெபத்தோடு கூட ஹல்லேலூயா கர்த்தருடைய சமூகத்தில் வாருங்கள், ஒன்று சேர்ந்து தேவனை മഹിമപ്പെടുത്തുவோം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഒരല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എവിടെയാണ് നീ വീണു പോയത്. ഇതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം. എവിടെയാണ് നീ വീണു പോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അതിനാധാരമായിട്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 23-ന്റെ 5-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. നിന്നെ അന്വേഷിക്കുന്നവന്റെ കഴുത ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചു വിടുവാൻ, മടിച്ചാലും അഴിച്ചു വിടുവാൻ അവന് സഹായം ചെയ്യണം. പ്രിയ ദൈവമക്കളെ, പല ആവർത്തികൾ പല ദൈവദാസന്മാരിലൂടെ നാം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണിത് എന്നത് എനിക്കറിയാം. എങ്കിലും പ്രാർത്ഥനയോട് കൂടെ നിങ്ങളായിരിക്കുക. കർത്താവ് വചനത്തിലൂടെ നമ്മൾ എല്ലാവരോടും സംസാരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു കഴുതയെ കുറിച്ചാണ് പറയുന്നത്. കഴുത എന്ന് പറയുമ്പോൾ തന്നെ കഴുത നമുക്കറിയാം. പലരും ഇവിടെ തമിഴ്നാട്ടിലും പറ്റുമൊക്കെ കഴുതയെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ ഇവിടുത്തെ അമ്മമാർ കഴുതയെന്ന് പറഞ്ഞാൽ അപ്പോ കഴുത എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നതും അവർ കുഞ്ഞുങ്ങളെ പറയുന്നതും ഒക്കെ. അപ്പോ സാധാരണ ബുദ്ധിയില്ലാത്തവരെ കഴുത എന്ന സംബോധന എന്നെ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ കഴുതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. കഴുതയുടെ ശബ്ദം, കഴുതയുടെ സ്വഭാവം ആർക്കും ഇഷ്ടമല്ല, അല്ലെ? ആർക്കും തന്നെ ഇഷ്ടമല്ല കഴുതയുടെ ശബ്ദം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കഴുതയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. കുയിലിന്റെ ശബ്ദം അല്ല ഏതായാലും. കഴുതയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ അതൊരുമാതിരി പരിഹാസ്യമാണ്, മറ്റുള്ളവർ കേൾക്കാൻ ഒരുമാതിരി ബുദ്ധിമുട്ടുള്ള ഒരു ശബ്ദമാണ് കഴുതയുടെ ശബ്ദം. എന്നാൽ ഈ കഴുതയെ കുറിച്ച് പഠിക്കുമ്പോൾ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കഴുത തൊഴിക്കും. അതും മനസ്സിലാക്കണം. കഴുത 4 സൈഡ് എവിടെ നിന്നാലും കഴുത തൊഴിക്കുമെന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊള്ളണം ദൈവമക്കളെ. കഴുത തൊഴിക്കും. അതാണ് കഴുതയുടെ ഒരു പ്രത്യേകത. പിന്നെ കഴുതയുടെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കഴുത പേപ്പർ തിന്നും. കഴുത പേപ്പർ തിന്നും. അതെന്തിനാ പേപ്പർ തിന്നുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുവരിലും മറ്റുമൊക്കെ ഒട്ടിച്ചു വെക്കല, പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുമ്പോൾ അതിന് ഗമ്മുണ്ട്. ആ ഗമ്മിന് നല്ല മധുരമാണ്. അപ്പോ ഈ കഴുതയ്ക്ക് അത് ഇഷ്ടമാണ്. ആ മധുരം കഴുതയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പേപ്പറെല്ലാം കഴുത നന്നായിട്ട് തിന്നും. ഇതൊക്കെയാണ് കഴുതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ വീണ്ടും പോയ ഒരു കഴുതയെ കുറിച്ചാണ് പറയുന്നത്.
കഴുത വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും ഈ കഴുത വീണ് പോയതിന്റെ കാരണം? പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 22-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നതും നീ കണ്ടാൽ വിട്ട് ഒഴിഞ്ഞു കളയാതെ അതിനെ എഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം. പ്രിയരെ, ഈ കഴുത വഴിയിൽ വീണ് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കഴുതയോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താ കഴുതേ നീ വീണ് പോയത് എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ കഴുത പറയും, വഴിയുടെ ദൂരമായിരിക്കും, വഴിയുടെ ദൂരം കൊണ്ടായിരിക്കാം എന്ന് കഴുത ഒരു പക്ഷേ പറഞ്ഞേക്കാം. സാധാരണ കഴുത സഞ്ചരിക്കുമ്പോൾ പ്രിയരെ വഴിയിൽ വീഴാറില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ ഈ ഒരു പക്ഷെങ്കിൽ കഴുത അങ്ങനെ വീണാൽ ആ കഴുതയ്ക്ക് ദീനമോ ബലഹീനതയോ ഉണ്ടായത് മുഖാന്തരമാണ് ഈ കഴുത വീണുപോയത് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവജനമേ, സാധാരണ മനുഷ്യനോ കഴുതയോ ഒക്കെ വീണു പോകുന്നതിന്റെ കാരണം, ഹല്ലേലൂയ, ജീവിതത്തിൽ ഉടലെടുക്കുന്ന ചില രോഗങ്ങൾ, ചില ബലഹീനതകൾ ഹല്ലേലൂയ കൊണ്ട് മാത്രമാണ് വീണു പോകുന്നത് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലെ, എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ രോഗമായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ബലഹീനതയായിരിക്കാം എന്നത് ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ കഴുത വീണത് വീട്ടിലല്ല പ്രിയരെ, പിന്നെയോ വഴിയിലാണ് വീണത്. ഹല്ലേലൂയ. ഈ കഴുത വഴിയിൽ വീണ്, അതായത് വഴിയിൽ നിൽക്കുന്നത് കണ്ടാൽ, പ്രൈസ് ദി ലോർഡ്, എവിടെയെങ്കിലും വെച്ചൊരു കഴുത വഴിയിൽ നിൽക്കുകയാണെങ്കിൽ അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അതെന്തെങ്കിലും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് കഴുത റോഡിൽ നിൽക്കുന്നത് എന്നത് നാം അറിഞ്ഞു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. മറിച്ച് വഴിയിൽ കഴുത വീണ് കിടക്കുന്നത് കണ്ടാൽ അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രതീക്ഷകൾ മുടങ്ങിപ്പോയ ഒരു കഴുതയാണ് പ്രിയരെ വീണ് കിടക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം. അറിഞ്ഞുക അത് മനസ്സിലാക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് മറ്റൊരു കഴുതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ കഴുത കാലിന്റെ കീഴെ വീണു എന്നാണ് വേദപുസ്തകം പറയുന്നത്. എവിടെയാണ് കാലിന്റെ കീഴെ വീണു പോയ ഒരു കഴുതയെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് വരാം. സംഖ്യാപുസ്തകം 22-ന്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലിയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത എന്ത് ചെയ്തറിയാമോ? ബിലിയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഇവിടെ വീണ് കിടക്കുന്ന കഴുതയോട് നമുക്കൊന്ന് ചോദിക്കാം, എന്താ കഴുതേ നീ വീണ് പോയത്? നിനക്ക് എങ്ങനെയാണ് നീ വീണ് പോയതിന്റെ കാരണം എന്താ എന്ന് നമുക്ക് ഈ കഴുതയോടൊന്ന് ചോദിക്കാം. അപ്പോ അതിൽ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലിയാമിന്റെ കീഴെ വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലിയാമിന്റെ കീഴെ വീണു. ഈ കഴുത ബിലിയാമിന്റെ കീഴെ ആയിരുന്നത് കൊണ്ട് അത് എന്ത് ചെയ്യുന്നറിയാമോ? വീണ് കളഞ്ഞു, ഇരുന്ന് കളഞ്ഞു, കിടന്നു കളഞ്ഞു എന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. എന്താ കഴുതേ നീ വീണു പോയതിന്റെ കാരണം എന്താ എന്ന് നമുക്ക് ഈ കഴുതയോടൊന്ന് ചോദിക്കാം. ആ കഴുതയ്ക്ക് ചിലത് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴുത പറയും, എന്റെ ഉടയവൻ ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. എന്റെ ഉടയവൻ ദൈവഹിതമല്ലാത്ത വഴിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തീർന്നിട്ടില്ല. കഴുത വീണ്ടും പറയും, എന്റെ ഉടയവൻ തന്റെ പദ്ധതിക്കൊത്തവണ്ണം എന്ത് ചെയ്തു? കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. മാത്രമല്ല ദൈവമക്കളെ, വീണ്ടും കഴുത വീണ്ടും പറയും, എന്റെ ഉടയവൻ ഇസ്രായേലിനെ ശപിക്കുവാൻ പുറപ്പെട്ടിരുന്നു എന്ന് ആ കഴുത വ്യക്തമായും വിളിച്ച് പറയും. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, ഈ കഴുതയെ പോലെ നീ വീണ് പോയ ചില ഹല്ലേലൂയ സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ ഉണ്ടായെന്ന് വരാം. ദൈവാത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയട്ടെ,
കഴുത വീണുപോയത് കൊണ്ട്, അല്ലെങ്കിൽ കഴുത വീണുപോയത് കഴുതയുടെ കുഴപ്പമല്ല. ഹല്ലേലൂയ. കഴുതയുടെ പുറത്തിരുന്ന യജമാനൻ ദൈവത്തിന് അന്യമായിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രിയരെ, യജമാനന്റെ ദുഷ്പ്രവൃത്തികൾ കാരണം വീണുപോയ കഴുത. ഒന്നുകൂടെ ഞാൻ പറയാം, യജമാനന്റെ ദുഷ്പ്രവൃത്തികൾ കാരണം ഈ കഴുത എന്ത് ചെയ്തറിയാമോ? വീണുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ ദൂതൻ കോപത്തോടെ നിൽക്കുകയാ. പിന്നെ എങ്ങനെയാ കഴുത ഒരു സ്റ്റെപ്പെങ്കിലും മുൻപോട്ട് വെക്കുക? പ്രൈസ് ദി ലോർഡ്. കഴുതേ, എന്താ നീ മുമ്പോട്ട് പോകാത്തത് എന്ന് ചോദിച്ചാൽ കഴുത വഴി ഇടുക്കമാണെന്ന് പറയുകയില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. തന്റെ മുൻപിൽ യഹോവയുടെ ദൂതൻ നിൽക്കുന്നത് കൊണ്ട് എന്ന് പറയുകയില്ല, നിശ്ചയമായും പറയുകയില്ല. എന്റെ യജമാനൻ വഴി പിഴച്ചു പോയി എന്ന് പറയും. കഴുത പറയും, എന്റെ യജമാനൻ വഴി പിഴച്ചു പോയി. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കുടുംബനാഥന്റെ വഴി പിഴച്ചത് കൊണ്ട്, ഹല്ലേലൂയ, അപ്പന്റെ തീരുമാനങ്ങൾ പിഴച്ചത് കൊണ്ട്, സഹോദരന്റെ തീരുമാനങ്ങൾ പിഴച്ചത് കൊണ്ട്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, എവിടെയോ വീണു പോകുന്ന കഴുതയ്ക്ക് സമാനമായി എത്രയോ കുടുംബ ജീവിതങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ വീണു പോയിരിക്കുന്നു. ആമേൻ പറയുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ആത്മീക ജീവിതത്തിലെ വീഴ്ചയുടെ കാരണം എന്താണ്? ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എവിടെയാണ് വീണുപോയത്? മുമ്പ് നമുക്ക് പാട്ടുണ്ടായിരുന്നു. എനി ടൈം ഓടി വന്ന് പാടും, ഓടി വന്ന് പ്രാർത്ഥിക്കും, ഓടി വന്ന് വേദപുസ്തകം വായിക്കും, ഓടി വന്ന് പ്രാർത്ഥനയിടും, പ്രാർത്ഥിക്കും. ഇപ്പോ സമയമില്ല. ഹല്ലേലൂയ. നീ വീണിരിക്കുന്നു സഹോദര, നീ വീണിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരി, കുഞ്ഞെ, നീ വീണുപോയി, നീ വീണുപോയി. വീണുപോയ കഴുതയ്ക്ക് സമാനമായി നീ വീണുപോയിരിക്കുന്നു, നീ തകർന്നു പോയിരിക്കുന്നു. നിന്റെ വീഴ്ചയുടെ കാരണം എന്താണെന്ന് ഇന്ന് പകൽക്കാലം നീ ചിന്തിച്ചു കൊള്ളണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട നാളിൽ, കർത്താവിനെ അറിഞ്ഞ നാളിൽ, അങ്ങോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കും, കിച്ചണിലോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും, വഴിയ റോഡ് നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കും, അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കും, ഓടി നടക്കും, പാടും, പ്രാർത്ഥിക്കും. എനി ടൈം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തേ? ഹല്ലേലൂയ. 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച സഹോദരനെ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്ന സഹോദരിയെ, രാത്രി ഹല്ലേലൂയ 2 മണിക്ക് ശേഷം നീ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ച നാളുകളില്ലേ? കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നാളുകളില്ലേ? ഇപ്പൊ എവിടെ? നീ വീണിരിക്കുന്നു. നീ തകർന്നിരിക്കുന്നു. നീ ദൈവസന്നിധിയിൽ നിന്ന് നീ തകർന്നിരിക്കുന്നു. നീ വീണുപോയി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, എവിടെയാണ് നീ വീണുപോയത്? പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, കർത്താവേ, ഞാൻ വീണു പോയിരിക്കുന്നു എങ്കിൽ എന്നെ അവിടെ നിന്ന് കർത്താവ് ഉയർത്തി മാനിക്കണം. ഞാൻ അങ്ങേക്ക് വിശ്വസ്തയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മകനായി തീരുവാൻ എന്നെ അപ്പൻ ഒരുക്കണമേ എന്ന് എത്ര പേർക്ക് സമർപ്പണത്തോടു കൂടി വചനം കേൾക്കുവാൻ കഴിയും? ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയരെ, കഴുത വീണുപോയത് രോഗം കൊണ്ടല്ല, ബലഹീനത കൊണ്ടല്ല, ഇടുക്കമുള്ള വഴി കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ യജമാനന്റെ യാത്ര ദൈവഹിതം അല്ല. യജമാനന്റെ യാത്ര അത് ദൈവഹിതം അല്ലാതിരുന്നത് കൊണ്ട് ഈ കഴുത വീണുപോയത്. പ്രൈസ് ദി ലോർഡ്. ബിലയാമിന്റെ തീരുമാനം പിഴച്ചു പോയതുകൊണ്ട് എന്തേ സംഭവിച്ചു? കഴുത വീണുപോയി. കഴുത കുഴിയിൽ വീണുപോയി. പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു കഴുതയെ കുറിച്ച് ചിന്തിക്കാം. കുഴിയിൽ വീണുപോയ ഒരു കഴുത. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 21-ന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഒരുത്തൻ ഒരു കുഴി തുറന്നു വെക്കുകയാണ്. കുഴി കുഴിച്ച് മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിൽ ഒരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിന്റെ യജമാനന് തൃപ്തി വരുത്തണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ പറയുന്നത് ഒരുത്തൻ ഒരു കുഴി തുറന്നു വെച്ചു.
മൂടാമേ വിട്ടുകളഞ്ഞു. കുഴി തുറന്നു വെച്ച്, പക്ഷേ അത് ക്ലോസ് ചെയ്തില്ല. എന്ത് ചെയ്ത്? അതിന് ക്ലോസ് ചെയ്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ കുഴി കുഴിച്ചവൻ മൂടാതിരുന്നതിന്റെ കാരണം അവന്റെ അശ്രദ്ധയായിരുന്നു, അവന്റെ കെയർലെസ് കൊണ്ടാണ്. കുഴി കുഴിച്ചത് അവൻ മറന്നുപോയത്, അവനത് മൂടാതെ പോയത്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാതെ പോയതാ. കഴുത കുഴി ശ്രദ്ധിക്കാതിരുന്നതും ഒരു കാരണമാണ്. കഴുത വേഗമായി വന്നു, പക്ഷെ കുഴി ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ പ്രിയരെ? കഴുത കുഴിക്കുള്ള വീണു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകെ മൊത്തത്തിൽ പ്രിയ ദൈവമക്കളെ, മണ്ടത്തരം കൊണ്ട് വീണുപോയ ഒരു കഴുത എന്ന് നമുക്ക് പറയാം. ഇത് മണ്ടത്തരം കൊണ്ട് സംഭവിച്ചതാണ്, കെയർലെസ്. പലപ്പോഴും അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ നിന്ന് അകലപ്പെടുമ്പോൾ അത് പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. വലിയ പ്രശ്നമൊന്നും ആവശ്യമില്ല. കെയർലെസ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നിസ്സാര വിഷയങ്ങളിലായിരിക്കും. വിശ്വസ്തതയില്ലാതെ തകർന്നു പോകുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ നിങ്ങൾ വലിച്ചെടുക്കയില്ലയോ? ഇവിടെ എന്താണ് പ്രിയരെ സംഭവിക്കുന്നത്? കിണറ്റിന്റെ വക്ക് കെട്ടിയില്ല. കിണറ്റിന്റെ വക്ക് കെട്ടിയില്ല. കിണറ്റിന്റെ വായ്ക്കൽ കല്ല് ഉരുട്ടി നീക്കണം. സത്യത്തിൽ ദൈവമക്കളെ, അശ്രദ്ധയിൽ സംഭവിച്ച വീഴ്ച. അതാണ് ഞാൻ പറഞ്ഞത്, മണ്ടത്തരത്തിൽ ഉണ്ടായ വീഴ്ചയാണിത്. ആകയാൽ കഴുത എന്ത് ചെയ്തു? വീണുപോയി. കഴുത വീണ്ടും പോയി. പ്രിയരെ, നമുക്കറിയാം ലോത്തിന്റെ തീരുമാനം പെസകി, അല്ലെ? ലോത്തിന്റെ തീരുമാനം പെസകി, എലിമലേക്കിന്റെ തീരുമാനം പെസകി, ശൗലിന്റെ തീരുമാനം തെറ്റി, തലമുറകൾ തകർന്നു പോയി. ഏലി പുരോഹിതന്റെ തീരുമാനം തെറ്റി. പ്രിയ ദൈവ പൈതലേ, എന്ത് സംഭവിച്ചു? കുടുംബം തകർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പിതാക്കന്മാരുടെ തീരുമാനങ്ങൾ തെറ്റുമ്പോൾ തകർക്കപ്പെടുന്നത് കുടുംബങ്ങളാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാനത് വ്യക്തമായി പറയാം. ചില സാഹചര്യങ്ങളിൽ ചില സഹോദരിമാർ വീട്ടിനകത്ത് നല്ല തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർ, അപ്പന്മാർ നല്ല തീരുമാനമെടുക്കണം. തീരുമാനങ്ങളിൽ പെശക് സംഭവിച്ചാൽ തകർച്ചയുണ്ടാകുന്നത് അപ്പനോ അമ്മയ്ക്കോ അല്ല, അവര് പോവും. കുഞ്ഞുങ്ങളാണ് തകർന്നു പോകുന്നത്, വീണു പോകുന്നത് തലമുറയായിരിക്കും. ആകയാൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ജീവിതത്തിൽ സ്റ്റാൻഡേർഡായ നല്ല നിലനിൽക്കുന്ന നല്ല തീരുമാനമെടുക്കണം. നീ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ നീ ഓരോ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണം. ഇല്ല എങ്കിൽ നിന്റെ കുടുംബ ജീവിതം ചിന്ന ഭിന്നമായി പോകും, തകർന്നു പോകും. ഒരു സ്റ്റെപ്പ് കൂടെ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ കുഴിയിൽ വീണുപോയ കഴുതയെ പോലെ നീ തകർന്നു പോകും, നീ വീണു പോകും. അവിടെ നിന്ന് നിനക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതെ വരും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം എന്ത് ചെയ്യണം? നല്ല തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നല്ല ഗുഡ് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് നല്ല തീരുമാനമായിരിക്കണം. അതിലൊരു അഴിച്ചുപണി ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, കിണർ മൂടിയില്ല. അതുകൊണ്ട് പിന്നെ മാത്രല്ല, കഴുതയും ശ്രദ്ധിച്ചില്ല. കഴുതയും വന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലേ? കഴുത ശ്രദ്ധിച്ചില്ല, വേഗമാ വന്നു. ആ തുറന്നിരുന്ന ആ കുഴിയിലേക്ക് കഴുത വീണുപോയി. എന്നാൽ കർത്താവ് പറയുന്നത്, വഴിയിൽ ഒരു കഴുത വീണുപോയാൽ അതിനെ എന്ത് ചെയ്യണം? വിട്ടുകളയരുത് എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ എഴുന്നേൽപ്പിക്കണം. നീ ഒരു കഴുത വീണുപോയെന്ന് പറഞ്ഞിട്ട് ആ കഴുതെ ഹല്ലേലൂയ വിട്ടുകളയരുത്. നമുക്കറിയാം ക്രൈസ്തവ ലോകത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്നറിയാം? എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ ഇരിക്കുക, പക്ഷേ ക്രൈസ്തവ ലോകത്തിൽ ക്രിസ്ത്യൻസിന് മാത്രം, അല്ലെങ്കിൽ അത് വേണ്ട, ദൈവത്തെ അറിയുന്നവരെ അങ്ങനെ പറയാം. അങ്ങനെ കർത്താവിനെ ആരാധിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു കുഴപ്പം, മറ്റു ജാതിക്കാർക്ക് ഇല്ലാത്തൊരു കുഴപ്പം, ദൈവത്തെ ആരാധിക്കുന്നവർക്കുള്ള ഒരു കുഴപ്പം. ആരെങ്കിലും ദൈവസന്നിധിയിൽ വീണുപോയാൽ പിന്നെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അവനെ ആക്രമിക്കുക എന്നത്.
ഹല്ലേലൂയ. അവനെ കുറ്റപ്പെടുത്തുക, അത് തെറ്റോ ശരിയോ എന്നൊന്നും ചോദിക്കാറില്ല, അന്വേഷിക്കാറില്ല. മക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, പാസ്റ്റർ ജോൺ ജബരാജ് എന്ന് പറയുന്ന കർത്തൃദാസിനെ പറ്റി ഇന്നേക്ക് യൂട്യൂബ് മുഴുവൻ നമ്മൾ ഓപ്പൺ ചെയ്താൽ അത് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്കിലാണെങ്കിലും ശരി, എവിടെ ആയാലും ശരി. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രൈസ് ലോർഡ്. അദ്ദേഹം തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ ചേർന്ന് ആക്രമിക്കാൻ പോകരുത്. ന്യായം വിധിക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ ഉള്ളൂ മറ്റൊരുവനെ വിധിക്കാനുള്ള യോഗ്യത, മറ്റാർക്കാ യോഗ്യതയില്ല. അതുകൊണ്ട് നമ്മൾ നിസ്സാര കാര്യങ്ങൾ അവനോട് തെറ്റുകാരനാണെന്ന് നമ്മളെ വാഗൊണ്ട് പറയരുത്. അത് ദൈവമക്കൾക്ക് പറ്റിയതല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാ ചെയ്യുന്നത്. എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മനുഷ്യനെ അങ്ങ് വകവരുത്തുക, ആക്രമിക്കുക. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അങ്ങനെ വരാതിരിക്കുവാൻ ദൈവ പൈതലേ നാം വളരെയധികം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വഴിയിൽ ഒരു കഴുത വീണ് പോയാൽ അതിനെ എന്ത് ചെയ്യണം? വിട്ട് കളയരുതേ എന്നാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. സഹോദരി, എന്താ സംഭവിച്ചത്? സഹോദര, എന്താ സംഭവിച്ചത്? തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ ക്ഷമ പറയണം. പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിങ്ങൾ പഴയതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയായി മാറണം. അവരെ എഴുന്നേൽപ്പിക്കണമെന്നേ. അത് സഭയാകട്ടെ, കുടുംബമാകട്ടെ, വ്യക്തി ജീവിതമാകട്ടെ, അല്ലെങ്കിൽ എവിടെയായിരുന്നാലും ശരി, ഒരു ദൈവ പൈതൽ ഇങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതാണ്. പ്രിയ ദൈവ മക്കളെ, അല്ലെങ്കിൽ അടുത്തായിട്ട് നമുക്ക് മറ്റൊരു കഴുതയെ നമുക്ക് ശ്രദ്ധിക്കാം. ചുമടിന്റെ കീഴെ വീണ്ടും പോയ ഒരു കഴുത. ചുമടിന്റെ കീഴെ വീണ്ടും പോയ ഒരു കഴുത. ആ കഴുതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ, ഈ കഴുത എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഓർമ്മ വെച്ച നാള് മുതൽ ഭാരം ചുമക്കുകയാണ്. ഭാരം ചുമക്കുന്ന ഒരു കഴുത. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. അതായത് ഈ കഴുത വീണില്ല, എന്നാൽ ഇപ്പോൾ ഈ കഴുതയ്ക്ക് ചുമക്കുവാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ ഭാരങ്ങൾ, ജീവിതത്തിലെ ഭാരങ്ങൾ ചുമക്കുവാൻ വയ്യാതെ കഴുത വീണ്ടും പോയി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ കഴുതയുടെ യജമാനൻ സ്നേഹമില്ലാത്തവനാണ്. ഈ കഴുതയുടെ യജമാനൻ സ്നേഹമില്ലാത്തവൻ. മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനകൾ, ദുഃഖം തിരിച്ചറിയാത്തവൻ. എനിക്കറിയാം, അങ്ങനെ പല യജമാനന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനസാക്ഷി ഉണ്ടാകത്തില്ല. 3 നേരവും അവരവരുടെ കയ്യിൽ നിന്ന് കാശ് ചെലവ് ചെയ്ത് അവർ ടിഫിൻ വാങ്ങിക്കുകയും എടുക്കുകയും ചെയ്യും. എന്നാൽ നീ എക്സ്ട്രാ ഡ്യൂട്ടി നോക്കിയതല്ലേ, നീ വല്ലതും കഴിച്ചതുപോലെ ചോദിക്കുന്ന ചോദിക്കാത്ത യജമാനന്മാർ കൂടുതലാണ്. ആ ലോകത്തിലാണ് നിങ്ങൾ ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നതാണ്. പ്രിയ ദൈവ പൈതലേ, ചിലരെങ്ങനെയാണ് നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ചുമക്കാൻ വയ്യാത്തതിനേക്കാൾ ഭയങ്കരമാർന്ന ഭാരത്തെ അവരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നത് പല യജമാനന്മാർ അങ്ങനെയാണ്. പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടിരുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഈ കഴുത വീണു പോയതിന്റെ കാരണം അതിന് ചുമക്കുവാൻ വയ്യാത്ത ഭാരം, ഉപരിയായിട്ടുള്ള ഭാരം, അതിഭയങ്കരമായ ഭാരം അത് ചുമന്ന് വളഞ്ഞു പോയി. അതിന് ചുമക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭാരം അതിന് മുതുകിൽ വെച്ച് കൊടുക്കുന്നതാണ്. ഈ കഴുതയോട് നമുക്കൊന്ന് ചോദിക്കാം, കഴുതേ, നീ എന്താ വീണു പോയത് എന്ന് നമുക്ക് ഈ കഴുതയോടൊന്ന് ചോദിക്കാം. ഹല്ലേലൂയ. കഴുത പറയും, എന്റെ ഭാരം വളരെ വലുതായിരുന്നു. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ഭാരം വളരെ വലുതായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഈ കഴുതയെ പോലെ നീ വീണ് പോയോ? നീ വീണ് കിടക്കുകയാണോ? ജീവിതത്തിൽ വലിയ ഭാരം വർഷങ്ങളായി നീ ചുമക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, നിന്ദകൾ, അപമാനങ്ങൾ, ഹല്ലേലൂയ, പട്ടിണി, സ്നേഹമില്ലാത്ത യജമാനൻ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, എനിക്ക് പലരുടെയും ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, കുടുംബത്തെ കുറിച്ചുള്ള
ഭാരം, മിഷണറിയെ കുറിച്ചുള്ള ഭാരം, മിഷണറിമാരെ കുറിച്ചുള്ള ഭാരം, മിനിസ്ട്രിയെ കുറിച്ചുള്ള ഭാരം ഒക്കെ ചേർന്നിട്ട് കൂട്ടിവെച്ച് പലരും അങ്ങ് വളഞ്ഞു പോയി. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഈ കഴുതിയെ പോലെ ഭാരം ചുമക്കുകയാണോ? താങ്ങാൻ വയ്യാത്ത ഭാരവുമായി നിങ്ങൾ ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ആ ഭാരത്തെ ഒന്ന് ഇറക്കി വെച്ചാൽ കർത്താവിന്റെ പൊന്നുപാദപീഠത്തിൽ ആ ഭാരത്തെ ഒന്ന് ഇറക്കി വെക്കാൻ ആലടി നിങ്ങൾ മുൻപോട്ട് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, നീ പോയി ആ കഴുതയെ എന്ത് ചെയ്യണം? അഴിച്ചു വിടുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ പോയി ആ കഴുതയെ അഴിച്ചു വിടുക. മകനെ, വർഷങ്ങളായി നീ ചുമക്കുന്ന ഭാരത്തെ കർത്താവ് അഴിച്ചു മാറ്റുന്ന ഒരു ദിവസമായിരുന്ന ഹല്ലേലൂയ. മതി സഹോദരി, നീ വളരെ നാളുകളായി, നീണ്ട നാളുകളായി കുടുംബത്തിന് വേണ്ടി നീ ചില ഭാരത്തെ ചുമന്നു വരികയാ. ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ ഭാരത്തെ ഇറക്കി വെക്കാൻ പറയുക. നിന്നെ അഴിച്ചു വിടാൻ പോകുന്ന ഒരു ദിവസമാണ്. നിന്റെ ഭാരം നീ ചുമന്നത് മതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 32-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കാളയെയും കഴുതയെയും അഴിച്ചു വിടുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. കാളയെയും കഴുതയെയും അഴിച്ചു വിടുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. ഇത് ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തെ കുറിച്ചാണ് പ്രിയരെ ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇനി വിതയ്ക്കുന്നത് വരണ്ട നിലത്തേക്കല്ല, വെള്ളത്തിനകത്ത് വിതയ്ക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ കാളകളെയും കഴുതകളെയും കൂട്ടി എന്ത് ചെയ്യും? ഉഴുവിക്കും. പ്രൈസ് ദി ലോർഡ്. കൊയ്ത്ത് കാലം വരുമ്പോൾ കാളകളെയും കഴുതകളെയും എന്ത് ചെയ്യുന്നറിയാമോ? അഴിച്ചുവിടും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അഴിച്ചുവിടുന്നത് വിതയുടെ കാലം ആണത്. പ്രൈസ് ദി ലോർഡ്. വിതയുടെ കാലം വരുമ്പോൾ ഈ കാളകളെയും അലളിയ ദൈവമക്കളെ കഴുതയും എന്ത് ചെയ്യും? എല്ലാത്തിനും ഫ്രീ ആയിട്ട് വിടും, അഴിച്ചു വിടും. യെശയ്യാ പ്രവചനം 30-24 വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, നിലമുഴുത കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലി കൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നും. പ്രൈസ് ദി ലോർഡ്. ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നും. കൊയ്ത്ത് കഴിഞ്ഞ കളത്തിൽ പ്രിയ ദൈവ പൈതലെ എന്താണെന്നറിയാമോ? അഴിച്ചു വിടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? അഴിച്ചു വിടും. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധിയിലേക്കാണ് അഴിച്ചു വിടുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, അഴിച്ചു വിടുന്ന വിട്ട കഴുത എന്ത് ചെയ്യും? തൃപ്തികരമായി ഭക്ഷിക്കും. ഹല്ലേലൂയ. ഈ കഴുതയെ പോലെ ഭാരം ചുമക്കുന്ന വ്യക്തി ജീവിതമേ ഒന്ന് ഉറക്കം പറയാമോ? എന്റെ ദൈവം എന്നെ അഴിച്ചു വിടുന്ന ദിവസമാ. എന്റെ ഭാരത്തെ ഇറക്കി വെക്കുന്ന ദിവസമാ. എന്റെ വിഷയത്തിന് പരിഹാരം തരുന്ന ദിവസമാ. എന്റെ കർത്താവ് ഇന്ന് എന്നോട് ഇടപെടുന്ന ദിവസമാ. എന്റെ അപ്പൻ എന്നോട് സംസാരിക്കുന്ന ദിവസമാ. എന്റെ വേദനകളെ മാറ്റുന്ന ഒരു ദിവസമായിതാ. എന്നെ അഴിച്ചു വിടാൻ പോകുക. ഹല്ലേലൂയ. ഇത്രയും നാൾ ഞാൻ വേദനയുടെ മധ്യത്തിലായിരുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടന്ന ഹല്ലേലൂയ. എല്ലാവരും ഉറങ്ങുമ്പോൾ എനിക്ക് മാത്രം ഉറക്കമില്ല. എന്താ? ഭാരം എന്നെ വല്ലാതെ അലട്ടുന്നു, വേദന എന്നെ വല്ലാതെ അലട്ടുമ്പോൾ ഞാൻ ഒരു ദിവസം പോലും എനിക്ക് ശരിക്കും ഉറങ്ങുവാനായി കഴിഞ്ഞിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ വേദന, നിന്റെ കണ്ണുനീർ കർത്താവിന്റെ തിരുസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കർത്താവ് അഴിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ വചനത്തെ ഏറ്റെടുക്കണമേ എന്ന ദൈവനാമത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കഴുതയെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. പ്രിയ ദൈവ പൈതലേ, യാക്കോബിന്റെ സന്തതി ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത എന്നാണ് വചനം വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ചിലപ്പോൾ ചിലരൊക്കെ നമ്മളെ കണ്ട് വിളിച്ചു പറയും, അസ്തമിച്ചു പോയി, നീ തകർന്നു പോയി, ഇനി നിനക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വെക്കാൻ കഴിയുകയില്ല, നീ വീണുപോയി കുഞ്ഞെ, ഇനി നീ അവളതാ, നീ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ ഒരുപക്ഷെ നമ്മളെ കണ്ടുകൊണ്ട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ചുവടിൻ കീഴിൽ നിന്ന് നമ്മളെ അഴിച്ചു വിടുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉറക്കം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്, എന്റെ ദൈവം ഇന്ന് നിശ്ചയമായും എന്നെ അഴിച്ചു വിടുന്ന ദിവസമാ, എന്നെ സമൃദ്ധിയിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന ദിവസമാ. എത്ര പേർക്ക് വചനം ഏറ്റെടുക്കുവാൻ, എത്ര പേർക്ക് ദൈവത്തെ
ആരാധിക്കുവാൻ ആത്മാവിലൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ദൈവം ഒരു കഴുതയെ അഴിച്ചു വിട്ടാൽ പല്ലി കൊണ്ടും മുറം കൊണ്ടും വെടിപ്പാക്കിയ നിറവിലേക്ക് അഥവാ സമൃദ്ധിയിലേക്ക് കർത്താവ് അയക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അയക്കുന്നത് സമൃദ്ധിയിലേക്കാണ്. അടുത്തായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, കഴുത അഴിച്ചു വിടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞില്ലേ, അഴിച്ചു വിടാൻ പറഞ്ഞു. അപ്പൊ അഴിച്ചു വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 21-ാം അധ്യായത്തിൽ പറയുന്നു, അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ്മലയരികെ ബേത്ഫാഗയിലെത്തി. അപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കെട്ടപ്പെട്ട കഴുതകൾ, ചുമടിൻ കീഴിൽ തകർന്നു പോയ കഴുതകൾ, വഴിയിൽ വീണു പോയ കഴുതകൾ, ബിലയാമിന്റെ കീഴെ കിടന്നു പോയ കഴുത, ഈ കഴുതകളെ എല്ലാം അഴിച്ചു വിടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, അഴിച്ചു വിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ കാണും. എന്നിട്ട് അതിനെ ഹല്ലേലൂയ അഴിച്ചു കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ ഈ കഴുത അഴിക്കുന്ന ചോദിച്ചാൽ, ദൈവത്തിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കഴുത അമ്മക്കഴുതിയെയും കുട്ടിക്കഴുതിയെയും കൊണ്ടിട്ട് വരാനാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ അഴിച്ചു വിടാനല്ല പറഞ്ഞത്, പിന്നെയോ അഴിച്ചു കൊണ്ടുവരാനാ കർത്താവ് പറഞ്ഞത്. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതിന്റെ അഴിച്ചു വിടാനല്ല, നിന്റെ ഇഷ്ടം പോലെ നീ എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല കർത്താവ് പറയുന്നത്. കർത്താവിന്റെ അരികിലേക്ക് അഴിച്ചു വിട്ടതിന് ശേഷം നീ എങ്ങോട്ട് വരണം? കർത്താവിന്റെ അരികിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുവരാനാണ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് വചനം ഏറ്റെടുക്കുവാൻ കഴിയും? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ അഴിച്ചു വിടുവാനല്ല, മറിച്ച് അഴിച്ചു കൊണ്ടുവരാനാ കർത്താവ് പറഞ്ഞത്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കഴുതയെ അഴിക്കാൻ ആരുമില്ല. പക്ഷേ അടുത്തുള്ള ഗ്രാമത്തിൽ ഹല്ലേലൂയ നിന്നും യേശു 2 പേരെ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. യേശു 2 പേരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. അമ്മ കഴുതയോട് ചേർന്ന കുട്ടിക്കഴുതയും. പ്രിയരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? സഞ്ചരിച്ച് വരുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, 2 കഴുത, ഒരു അമ്മ കഴുതയും കുട്ടിക്കഴുതയും കൂടെ രണ്ടുപേരെയും വഹിച്ച് വരുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ അവരോട് ചേർന്ന് വരുന്ന ഒരു 2 കഴുതയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയരെ, അമ്മ കഴുത മാറി നീ ഇങ്ങനെ നോക്കുകയാണ്. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. തന്റെ സൃഷ്ടാവ് രാജാവ് തന്റെ കുഞ്ഞിന്റെ മുകളിൽ കയറി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൂരെ നിന്നുകൊണ്ട് ഈ അമ്മ കഴുത ശ്രദ്ധിക്കുക. ആ കുട്ടിക്കഴുതയുടെ പുറത്ത് കർത്താവ് കയറി വരുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. സൃഷ്ടാവ് ഇരുന്ന് വരുന്ന ഒരു കാഴ്ച. ആ അമ്മ കഴുതയ്ക്ക് എത്ര സന്തോഷമായിരിക്കും. പ്രിയ ദൈവ പൈതലേ, കെട്ടപ്പെട്ട പെൺകഴുതയെ പോലെ കുട്ടിയെയും ചേർത്ത് പിടിച്ച കെട്ടപ്പെട്ട അവസ്ഥയിൽ പ്രൈസ് ദി ലോർഡ് ആയിരിക്കുന്നു എങ്കിൽ അറിഞ്ഞാട്ടെ പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിന്നും എന്റെ കർത്താവ് ആളയച്ച് നിങ്ങളെ സഹായിക്കും കേട്ടോ. ചില സാഹചര്യങ്ങൾ നിനക്ക് ആരുമില്ല എന്ന് നീ കരുതി എന്ന് വരാം, നീ ചിന്തിച്ചു എന്ന് വരാം. പക്ഷേ ഏറ്റവേളയിൽ തക്ക സമയത്ത് കർത്താവ് നിനക്ക് വേണ്ടി ആളയച്ച് നിന്നെ വിട്ടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കുവാനായി കഴിയും? സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവ പൈതലേ, ആ അമ്മ കഴുതിയുടെ സന്തോഷത്തിന് അതിരേയില്ല. കാരണം തന്റെ കുഞ്ഞിന്റെ ആ കുട്ടിക്കഴുതിയുടെ മേൽ വാഹനമേറി വരുന്ന ഒരു കർത്താവിനെ അവിടെ കാണുവാൻ കഴിയുന്നു. സൃഷ്ടാവ് ആ കുഞ്ഞു കഴുതയുടെ മുകളിൽ ഇരുന്ന് വരികയാ. അമ്മ കഴുതയ്ക്ക് സന്തോഷം, തുള്ളണമെന്ന് തോന്നി, ചിരിക്കണമെന്ന് തോന്നി കാണുമല്ലേ? പക്ഷേ കഴുത ചിരിച്ചാൽ പരിഹാസ്യമായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ശബ്ദമോ അതിനേക്കാൾ കഷ്ടകരമോ. പക്ഷേ അത് ഉള്ളുകൊണ്ട് സന്തോഷിച്ച് കാണും.
എന്റെ കുഞ്ഞിന്റെ എന്റെ കുട്ടിക്കഴുതയുടെ മേൽ വാഹനമേറി വരുന്ന കർത്താവ് സൃഷ്ടാവ് എന്റെ കുട്ടിയുടെ മേൽ വാഹനമേറി വരിക. ഇതിനേക്കാൾ വലുത് ലോകത്തിൽ എന്താ സന്തോഷിക്കുവാനുള്ളത്? പ്രിയരെ, അമ്മ കഴുത നോക്കുമ്പോൾ കുട്ടിക്കഴുതയുടെ മുമ്പാകെ എന്തൊക്കെ ചെയ്യുന്നറിയാമോ? അവർ മരച്ചില്ലുകൾ അടുക്കി അങ്ങനെ പോകുക, കുരുത്തോലകൾ വെട്ടിയിടുകയാ. കുട്ടിക്കഴുത രാജവാഹനവുമായി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, എന്റെ വാക്കുകൾക്ക് ഞാനൊരു വിരാമം കുറിക്കാൻ പോവുകയാണ്. എവിടെയാണ് നീ വീണു പോയത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിന് മുൻപിൽ ഒന്ന് താണിരുന്നാട്ടെ, ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഞാൻ ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും, ഒരുപക്ഷെ എൻ്റെ വാക്കുകളായിരിക്കാം, എൻ്റെ പ്രവൃത്തിയായിരിക്കാം, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളായിരിക്കാം, ഏതെങ്കിലും വിധത്തിൽ ഞാൻ എവിടെയെങ്കിലും ഞാൻ വീണു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ, അങ്ങനെ എന്നോട് കർത്താവ് ക്ഷമിച്ചിട്ടാ. ഹല്ലേലൂയ. എന്നെ ആ കുഴിയിൽ നിന്ന് വീണ ഇടത്തുന്ന എന്നെ ഉയർത്തി മാനിക്കണമേ. ജോസഫിനെ ഉയർത്തി മാനിച്ച ഒരു ദൈവം. സഹോദരനെ, സഹോദരിയെ, നിന്നെയും ഉയർത്തി മാനിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അഴിച്ചുകൊണ്ട് വന്നിട്ടാ എന്തെന്നറിയാമോ? യേശു അതിന്മേൽ കയറി. ഹല്ലേലൂയ. കഴുതമേൽ യേശു കയറി. വിശ്വസിക്കൂ ദൈവജനമേ, എനിക്കൊരു ദൈവമുണ്ട്. കഴുതയ്ക്ക് കരുണ കാണിച്ച ദൈവം, കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവം. എത്ര അത്ഭുതകരമാണ് കർത്താവിന്റെ പ്രവൃത്തി, എത്ര വലുതായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും സാമ്പത്തികമായി നാം കഷ്ടപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ, ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കും നമുക്കാരുമില്ല എന്ന. കുഞ്ഞേ, അടുത്തുള്ള ഗ്രാമത്തിലേക്ക് നിന്നെ സഹായിക്കുവാൻ കർത്താവ് ആള് പറഞ്ഞയക്കും കേട്ടോ. ദൂതന്മാരെ അയക്കും നിന്റെ അരികിലേക്ക് നിന്നെ സഹായിക്കുവാൻ. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, അബ്രഹാമിന്റെ മകളായ നമുക്കറിയാം 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. 18 വർഷമായി കൂനിയായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നു. എന്താണിതാ? ഹല്ലേലൂയ. 18 സംവത്സരമായി സാത്താനാൽ ബന്ധിച്ചിരുന്ന, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരുന്ന കൂനിയായ ഒരു സ്ത്രീ. എന്നാൽ ഇവൾ, അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനത്തെ അഴിച്ചു വിടേണ്ടതല്ലയോ എന്നാണ് വചനത്തിൽ കർത്താവ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ദൈവം ആ സ്ത്രീയുടെ ബന്ധനത്തെ കർത്താവ് അഴിച്ചു. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ ബന്ധനത്തെ കർത്താവ് അഴിച്ചു. ദൈവം ആ സ്ത്രീയെ വിട്ടുവിച്ച കൂന് എന്ന ആ മഹാബന്ധനത്തിലിരുന്ന കർത്താവ് അവളെ വിട്ടുവിച്ചു. ആ സ്ത്രീയോട് ചോദിച്ചാൽ പറയും, നമുക്ക് ആ സ്ത്രീയോട് ചോദിക്കാം, എങ്ങനെയാ, എന്തുകൊണ്ടാ ഇങ്ങനെ കൂന് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആ സ്ത്രീക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. എന്താ പറയുന്നറിയാമോ? ഒത്തിരി ഭാരമുണ്ടായിരുന്നു. ഒത്തിരി ഭാരമുണ്ടായിരുന്നു. ചുമന്ന വളഞ്ഞതായ കുടുംബ ഭാരം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, കുഞ്ഞെ, അപ്പച്ച, അമ്മച്ചി, വചനത്തിന് മുൻപിൽ നിന്ന് താഴ്ത്തി സമർപ്പിക്കാം. നീണ്ട നാളുകളായി കുടുംബ ഭാരത്തെ നീ ചുമന്ന നീ വളഞ്ഞു പോയി അല്ലേ? ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് ഇടപെടുന്ന ദിവസമാണ്. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ്. നിന്റെ ആ ഭാരത്തെ കർത്താവിന്റെ മുൻപിൽ ഒന്ന് ഇറക്കി വയ്ക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ അനുഭവിക്കുന്നത് സാമ്പത്തിക ഭാരം എന്ന ആ ഒരു സാമ്പത്തിക ഭാരമായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാരമായിരിക്കാം, മക്കളുടെ ഭാരം, ഉപജീവനത്തിന്റെ ഭാരം, സകല ഭാരവും ചുമന്ന എന്ത് ചെയ്തു? വളഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തമ്പുരാൻ ഈ ഭാരത്തെ എടുത്ത് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് ആ വളഞ്ഞ സ്ത്രീയെ അവളെ നിമര ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അവൾ നിമർന്നു നിന്നു. മതി, ഇനി നീ ഭാരത്തെ നീ ചുമക്കണ്ട, നീ ചുമന്നതെല്ലാം മതി.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളെ സ്വതന്ത്രയാക്കി. പ്രിയ ദൈവ പൈതലേ, കഴുതയെ അഴിച്ചുവിടുന്ന ദൈവം എന്ത് ചെയ്യും? നമ്മയും അഴിച്ചുവിടും. അതുപോലെ തന്നെ ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ അരികിലേക്ക് ഇറങ്ങി വരണം, കർത്താവിന്റെ അടുത്തേക്ക് ഇറങ്ങി വരണം. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നാം ഹല്ലേലൂയ ദൈവ പൈതലേ, നാം താണിരുന്നു കൊണ്ട് ഈ നാളുകളായി കർത്താവേ ഹല്ലേലൂയ അങ്ങന്റെ അരികിലേക്ക് ഇറങ്ങി വരണം. ഒന്ന് പ്രാർത്ഥിക്കണം. ദയവ് ചെയ്ത കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും കർത്താവ് ഇറങ്ങി വരും. നിന്റെ ഭാരത്തെ കർത്താവ് ഇറക്കി വയ്ക്കും. സൃഷ്ടിതാവ് ഹല്ലേലൂയ യഹൂദന്റെ മശിഹ ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ എന്റെ കുഞ്ഞിന്റെ മുകളിലേക്കൂടെ മുകളിൽ കയറി വരുന്നു എന്ന കഴുത ചിന്തിക്കല്ലേ? ഹല്ലേലൂയ ദൈവ പൈതലേ, കുഞ്ഞെ നീ എവിടെയാണ് വീണു പോയത്? ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആത്മീക ജീവിതത്തിൽ, നിന്റെ ഭൗതിക ജീവിതത്തിൽ നീ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ഭാരത്തെ ഇറക്കി വൈ. നീ ഇറക്കി വയ്ക്കുമ്പോൾ നിശ്ചയമായും കർത്താവ് ഭാരത്തെ എടുത്ത് മാറ്റും. ഹല്ലേലൂയ, നിന്നെ സ്വതന്ത്രയാക്കും, നിന്നെ സ്വതന്ത്രനാക്കും. ഹല്ലേലൂയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ അഴിച്ചുവിടാൻ പോകുകയാ. അഴിച്ചുവിട്ടാൽ നീ ഇഷ്ടം പോലെ ജീവിക്കാനല്ല, മറിച്ച് നീ കർത്താവിന്റെ അരികിലേക്ക് ഓടി വരണം. പ്രൈസ് ദി ലോർഡ്. ആ ക്രൂശിന്റെ, ആ കർത്താവിന്റെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാതനായി തീർന്ന കർത്താവിന്റെ ജീവനെ വിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഹല്ലേലൂയ ദൈവ പൈതലെ ജീവിക്കുന്നു. ആ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കർത്താവേ, എൻ്റെ മേലുള്ള ഇതുവരെ ഞാൻ അനുഭവിച്ചു വന്ന സകല ഭാരവും ഇറക്കി വെക്കുകയാണപ്പാ. ഒരു ഭാരം കൂടെ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? കണ്ണടച്ചാട്ടെ. എന്നാൽ എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾ ഈ കേട്ടതായി വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ കർത്താവേ ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. അപ്പാ അവിടുന്ന് ഞങ്ങളെ തൂക്കിയെടുത്ത് കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, കർത്താവിൻ്റെ വരവോളം വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാണപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന പാടിയങ്ങൾ പ്രാർത്ഥിക്കാം. അടിയനോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അടിയനോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകല ധർമ്മങ്ങളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നിയാൽ അത് നിശ്ചയമായി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്കിത് ശ്രദ്ധിക്കാവുന്നതാണ്. റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന 2 യൂട്യൂബ് ചാനൽ അത് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കതിൽ ആശ്വാസപ്രദമായ വചനങ്ങൾ കേൾക്കാവുന്നതാണ് എന്നത് ഞാൻ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വീണ്ടും ഇങ്ങനെ നല്ല അവസരമൊരുക്കി തന്ന പ്രിയ സാജിവ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വചനത്തിൻ്റെ മുൻപിൽ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഉള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെയും പേജിൻ്റെയും എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും ഒക്കെ അഡ്മിന്മാർ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ രാത്രി 9 മണിക്കായിരിക്കും മെസ്സേജ് എന്നത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു all.